ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമാസിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്ന് നല്ല മുട്ടൻ പണിയായി കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പണികളെല്ലാം ഇങ്ങനെ തീർത്ത് കൊണ്ടുവരുമായിരുന്നു. ഓരോ സൈഡിൽ തുടങ്ങി. കാരണം നമുക്ക് എന്നും പണികളാണ് എന്നാലും അല്ലേ. അപ്പോൾ ഇന്ന് ചേട്ടായി ഇതേ വലിയൊരു കൊമ്പനെ കൊണ്ടുവന്നിട്ടുണ്ട്. മുട്ടൻ പണിയായിട്ടേക്കുന്നത് കേട്ടോ. കൊമ്പനെയൊക്കെ കൊണ്ടുവച്ചിട്ട് സാറ് പോയിട്ടുണ്ട്. അപ്പം പറ്റത്തില്ലെങ്കിൽ നാളെ ഞാനും കൂടി ഇരിക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് എന്നാ അവനെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെക്കാണ്ട് അപ്പം തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എപ്പോഴും ഒന്നും കിട്ടത്തില്ല നമ്മുടെ ഇവിടെ ആറ്റുമീൻ. നമ്മുടെ ഇവിടുത്തെ ആറ്റിലെ മീനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കൊമ്പൻ തന്നെയാണ്. അപ്പോൾ അവനെ വിട്ട് റെഡിയാക്കിയൊക്കെ എടുക്കണം, കഴുകണം, പിറക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അവനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഗോൾഡ് ഫിഷാണ്. ഉപ്പറയിൽ നമ്മുടെ ആറ്റിൽ നിന്ന് പിടിച്ചിട്ട് ഉപ്പറ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചേട്ടായി ആറ്റുമീൻ പിടിക്കുന്നവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ എനിക്ക് കൊണ്ട് തരണേ, എനിക്ക് കൊണ്ട് തരണേ. അത് നമ്മൾ കോയമ്പത്തൂർ പോയില്ലേ, കോയമ്പത്തൂർ പോയപ്പം വണ്ടിയെ പൊക്കൊണ്ടിരുന്നപ്പം വിളിച്ചു, ചേട്ടാ എവിടെയാ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പോവല്ലായിരുന്നു. ഏതായാലും 2 ദിവസം ഇപ്പം വീണ്ടും കിട്ടിയപ്പോൾ ഒരു കൊട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടൽ മീൻ ചേട്ടായി അങ്ങനെ കൂട്ടത്തില്ല, വലിയ ഇഷ്ടമില്ല. ഇതാണ് ആറ്റുമീനാണെങ്കിൽ ഇഷ്ടമാണ്. അതിൻ്റെ ചാറാണേലും മതി ഫുഡ് കഴിക്കാമെന്ന് പറയും. ആറ്റുമീൻ ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഭർത്താവ് കൊണ്ടുപോയി ഇങ്ങനെ തരുമ്പോഴേ നമ്മളെന്നാ ചെയ്യേണ്ടേ ഭാര്യമാർ, അത് നല്ല രീതിയിൽ ആക്കി അഴിച്ച് അവരുടെ മുമ്പിൽ കൊടുക്കണം അല്ലേ, അതല്ലേ വേണ്ടത്. അപ്പം ഞാനും ആ ഒരു കർത്തവ്യത്തിനോട്ട് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്ന് അങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നല്ല വലിയ തലയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു തലക്കറി വെച്ചാൽ മതി, ഇന്ന് തലക്കറി വെച്ചേക്കണേന്ന്. അപ്പോൾ തലക്കറിയൊക്കെ വെക്കാം. അപ്പോൾ ഇന്നത്തെ വിശേഷം അങ്ങനെയുള്ളൊരു സന്തോഷകരമായ വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാൻ കണ്ടോ വായു. ചേട്ടായി കടയിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. എന്നാന്നറിയാമോ, കൊമ്പനെ പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു, കൊമ്പനെ. കഴിഞ്ഞ ദിവസം നമ്മൾ യാത്ര പോയപ്പോഴേ ചേട്ടായി കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ മീനെ കിട്ടിയാൽ തരണേ നാരണ്ടോടൊക്കെ. നമ്മുടെ ആറ്റിലെ മീൻ. അയ്യോ വെട്ട അങ്ങനെ നിന്നേ കണ്ടോ, നമ്മുടെ ആറ്റിലെ മീൻ കൊമ്പനെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ്റെ പേര് ഗോൾഡ് ഫിഷ് എന്നാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പം കാഞ്ചിയാർ ചാച്ചനെ ഓർമ്മ വന്നു. ചാച്ചന് ഇങ്ങനത്തെ മീനൊക്കെ കിട്ടുന്ന അന്നേരം കൊണ്ടു തരുമായിരുന്നു കേട്ടോ. വലിയ മീനൊക്കെ കിട്ടുന്നത് കൊണ്ടു തരുമായിരുന്നു. വിളിച്ച് വിളിച്ചൊക്കെ നോക്കി. ഇതമ്മ ഇന്ന് രാവിലെ വീണ്ടും മഴയാണ് കേട്ടോ. രാത്രി മൊത്തം മഴയായിരുന്നു. ഇങ്ങനെ ചാർച്ചാറി നിൽക്കുക. നമ്മുടെ പറമ്പിൽ വാഴയും മുരിക്കിങ്കാലും ഒക്കെ ഇട്ടു കേട്ടോ. സജി ഞാൻ ഇന്നലെ വീട്ടിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേനും സജി മുരിക്കിങ്കാലൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അവൻ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നു സജി നീ വാഴ പിരിച്ചു നടുമ്പോൾ എനിക്ക് 2 വാഴത്തൈ വെച്ച് തരണേടാന്ന്. അപ്പം വാഴത്തൈയൊക്കെ നട്ടു. അവൾക്ക് തന്നെ അത്യാവശ്യം ഒരു 10-12 മുരിക്കിങ്കാലും ഇട്ടു കേട്ടോ. നീ കൂടി ചിങ്ങത്തി തൈ കിട്ടിക്കഴിയുമ്പോൾ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. കൊടുത്തല ഇപ്പോൾ ഒരിടത്തും കൊടുത്തലില്ല. ചിങ്ങത്തി കൊണ്ടുവരാൻ ആദ്യം അവിടെയൊക്കെ കുറച്ച് ബീൻസ് കൂടെ നിൽപ്പുണ്ട് കേട്ടോ. കാണാൻ ഭംഗി കണ്ടോ. ഇരുത്തലുണ്ട് 5 രൂപ അതൊക്കെ ഇറങ്ങി പറിക്കണം. പിന്നെ മിറ്റമൊക്കെ തൂത്തിട്ട് 3-4 ദിവസമായി. ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും ഞാൻ വീട്ടിലോട്ടൊക്കെ കയറിപ്പോയില്ല, അതുകൊണ്ടൊന്നും പറ്റിയില്ല. അപ്പം ഞാനെന്നാൽ രാവിലെ അമ്പലത്തിലോട്ടും പോയില്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ അപ്പം മിറ്റമൊക്കെ ഒന്ന് തൂക്കണം. കുറേ പരിപാടികളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇന്ന്. എന്നാലും പറമ്പിൽ അത്രയും നട്ടൊക്കെ വെച്ചപ്പോൾ ഒരു ഐശ്വര്യം, കാണാനായിട്ടൊരു ഭംഗി. അപ്പം നമ്മൾ ശ്രീകുട്ടൻ തന്നെ 2ാമത്തെ കോഴി മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു മുട്ടയാണ് എന്നാലും ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ട് വന്നു. അവൻ പറഞ്ഞു പിന്നെ ചിലവ് ചെയ്യണമെന്ന്, കോഴി മുട്ടയിട്ട് എനിക്ക് ചിലവ് ചെയ്യണമെന്ന്. എല്ലാത്തിനും ചിലവേ ഉള്ളത്. യൂട്യൂബേഴ്സ് അല്ലേ, എല്ലാവർക്കും യൂട്യൂബുകാരെല്ലാവരും ചിലവാണ്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണ് രാവിലെ. ചായക്ക് പാലിവിടെ വെച്ചു. പൊടിയും പഞ്ചസാരയൊക്കെ ഇടണം. പഞ്ചസാര ഇടുന്നില്ല ഞാൻ. ചായയുടെ കാര്യം പറഞ്ഞപ്പോൾ പഞ്ചസാര എന്നറിയാണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. അപ്പം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ എണ്ണയും തേക്കത്തില്ല, നെയ്യും തേക്കത്തില്ല. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുക്കത്തേ ഉള്ളൂ. കാരണം കൊളസ്ട്രോളൊക്കെ ഉണ്ടാവാണ്ടിരുന്നുള്ളൂ നോക്ക് കേട്ടോ. അപ്പം നല്ല പരിപ്പ് കറിയുണ്ട്. അപ്പോൾ പരിപ്പ് കറിയും ചപ്പാത്തിയാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് കുറേ പണികളുണ്ട് ഇന്ന്. അലക്കാൻ മെഷീനകത്ത് ഇട്ടേക്കുന്നു. മിറ്റം വരെ ആദ്യം ഒന്ന് തൂത്തുവാരി തുടയ്ക്കണം. മിറ്റം പ്രത്യേകിച്ച് ഉച്ചേച്ചി വന്നിട്ടുണ്ട്. ഉച്ചേച്ചി ഇന്ന് വൈകിട്ടത്തേക്കോ താഴത്തേക്കോ ചിലപ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. ഇനി അവിടെ തന്നെ നിൽക്കുമോ എന്നറിയത്തില്ല. ചിലപ്പം വന്നെങ്കിൽ ഇതെല്ലാം നിരന്ന് പറഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ വഴക്ക് പറയും. അപ്പം അതെല്ലാം ഒന്ന് ചെയ്യണം. പിന്നെ അങ്ങനെ ഇന്ന് കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നന്നായിട്ട്
രാവിലെ തന്നെ വിശപ്പിനുള്ളതൊക്കെ മാറ്റി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമുക്ക് പണി അങ്ങ് തുടങ്ങാം അല്ലേ. അപ്പോൾ ചായ അവിടെ തിളച്ച് വരുന്നുണ്ട്, ചായപ്പൊടി കുടിച്ചു കൊടുക്കട്ടെ. സോറി. അപ്പോൾ എൻ്റെ രാവിലത്തെ കാപ്പി 3 ചപ്പാത്തിയാണ് കേട്ടോ. ഷുഗറും ടീയും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. ചേട്ടായിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ മറ്റേ നമ്മുടെ ജ്യോതി തന്നു വിട്ട കൊട്ടാരക്കരയിലെ മോള് തന്നു വിട്ട എന്നാൽ മുസ്ലിന്നോ അങ്ങനെ എന്തോ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഓട്സിൻ്റെയും കൂടെ മിക്സാണ്. ഞാനും കുടിക്കാറുണ്ട്, ഇന്ന് ഞാൻ കുടിച്ചില്ല. ഇന്ന് എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്നാൽ ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ചായ ഇട്ടാറ്. എനിക്ക് ഇച്ചിരി കടുപ്പത്തിലൊരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് പണി ഇറങ്ങിയുണ്ടല്ലോ ഒരു ഉഷാറാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അവനോട് ഇരുന്ന് തിളക്കട്ടെ. ഈ ചപ്പാത്തിയൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചു. പരിപ്പ് കറിയും കൊണ്ടൊന്ന് ചൂടാക്കണം. തിളയ്ക്കുന്ന തിള കണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചാടാതെ പെട്ടെന്ന് ഓഫാക്കണം അല്ലേ. എന്നിട്ട് ഇവനെ ഒന്നുകൂടെ തിളപ്പിക്കണം, നന്നായിട്ട് തിളച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തീ ഓഫാക്കി വെച്ചില്ലേ. ചായ ആകുമ്പം ഒരു നന്നായിട്ടൊന്ന് ഇതായാലേ പറ്റത്തുള്ളൂ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാണോന്ന് എനിക്കറിയത്തില്ല. ഏലക്കാക്കി ഇട്ടാൽ ഞാൻ ഇച്ചിരി നേരം വിട്ട് തിളപ്പിക്കും കേട്ടോ. കടുപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പടിയൊക്കെ കാണിക്കുന്നത് കേട്ടോ. അല്ല തിളച്ച് കഴിയുമ്പോഴത്തേനും ഓഫാക്കിയാൽ മതി. തിളച്ച് ഇപ്പോൾ ചാടിയാൻ ഏതായാലും നല്ല സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇവനൊന്ന് അടിച്ചു വിട്ടട്ടെ കേട്ടോ. ഇങ്ങനെ നല്ല സൂപ്പറായിട്ട് അടിച്ചൂറ്റി എടുക്കും, പതച്ചിങ്ങനെ നിൽക്കണം. അപ്പം ചപ്പാത്തിയും പൂരിയും കഴിക്കാൻ പോവാണ് കേട്ടോ. അല്ല, ചപ്പാത്തിയും പൂരിന്ന് ചപ്പാത്തിയും പരിപ്പ് കറിയും രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ആ ഒരു ദിവസം നമുക്ക് എനർജി തരുന്നത് കേട്ടോ. ആ ഒരു ഊർജ്ജം നമ്മുടെ ശരീരത്തിന് നമുക്ക് നല്ലൊരു ഊർജ്ജം വേണമല്ലോ നമുക്ക് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ. അപ്പം എല്ലാ ദിവസത്തെയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു ദിവസത്തെ തുടക്കം കുറിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് രാവിലെ നന്നായിട്ട് കഴിക്കണം, വയറ് നിറച്ച്. ഒരു വലിച്ചു വാരി തിന്നണമെന്നല്ല പറയുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കണം. അത് നല്ല ഇങ്ങനെ എന്താ പറയുക, പരിപ്പും ചപ്പാത്തിയൊക്കെ സൂപ്പറാണ് കേട്ടോ. പരിപ്പ് നല്ല സാധനമല്ലേ, ചപ്പാത്തി നല്ല സാധനമല്ലേ. അപ്പം നമുക്ക് പ്രോട്ടീനും ഒക്കെ കിട്ടുന്നതാണ്. ചിലരുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ, അങ്ങനെയുള്ളവരുണ്ടല്ലോ ഇങ്ങനെ ഉണങ്ങി ആരോഗ്യമില്ലാണ്ട് ഒരു ചുറുചുറുക്കില്ലാണ്ടിരിക്കും. അപ്പം രാവിലെ തന്നെ നമ്മൾ കഴിച്ച് നമുക്ക് എപ്പോഴും ചില്ലായിട്ട് നിൽക്കണ്ടായി അല്ലേ. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഓണായിട്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. ഇപ്പോൾ സമയം 8 ആയതേ ഉള്ളൂ കേട്ടോ. 8-8:30 9 കഷ്ടിയാണ്. പിന്നെ ചില ദിവസം ഇങ്ങനെ മടിച്ചൊക്കെ നടക്കും. പക്ഷെ അന്ന് നമ്മുടെ കാര്യം അന്നത്തെ ദിവസം പോക്കാണ്. താനും പരിപ്പറിയും ഈരെ നമ്മൾ കോയമ്പത്തൂർ ചെന്നപ്പോഴത്തേനും മോടെ അമ്മ അറിയുന്ന നല്ല പരിപ്പ് കറി ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് കറിയും അല്ലാതെ ചപ്പാത്തിയും ഒക്കെ ഉണ്ടായിരുന്നേ. കണ്ണന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പരിപ്പ് കറി. നല്ല പരിപ്പ് കറി ആൻ്റെ തോന്നുന്നു. ഇത് തേങ്ങ അരച്ച് ചേർത്തുള്ള പരിപ്പ് കറി അല്ല കേട്ടോ. ഇച്ചിരി മല്ലിയിലേക്ക് ഇട്ട് ടേസ്റ്റ് ഉണ്ട്. തന്നെ നിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയാം. അപ്പം എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ. കൊമ്പനാണ് ഇവൻ കൊമ്പനാണ്. ഇവനെ വെട്ടിയെടുക്കണമെങ്കിൽ വെള്ളവളാന്ന് ഇങ്ങനെ തെറ്റല. ആറ്റുമീനല്ലേ, അതുകൊണ്ട് ഭയങ്കര തെറ്റല കേട്ടോ. ചാരം വേണം. എന്തായാലും ഞാൻ രാവിലെ ഇവനിട്ടൊരു പണി തുടങ്ങുവാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ സെറ്റാക്കി റെഡിയാക്കി എടുത്തില്ലല്ലേ ശരിയാകത്തില്ല. അപ്പോൾ ചേട്ടായി നല്ല വില കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നേക്കുന്ന അവനെ നമുക്ക് സെറ്റാക്കി കുട്ടപ്പനാക്കി ചേട്ടാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അല്ലേ ഇരിക്കുന്നേ. അപ്പോൾ എന്തായാലും ഇവനെ ഒന്ന് സെറ്റാക്കട്ടെ. കുറച്ച് സമയം പിടിക്കും, അതുകൊണ്ട് ഞാൻ ഇവനെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മീൻകുട്ടനെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇവൻ്റെ വയറ് കൂട്ടിക്കണം. ഇതുകൊണ്ട് ചെതുമ്പലും ഉണ്ടോ, എന്നാ വലിപ്പമുള്ള ചെതുമ്പലാന്ന് നോക്കി ഉണ്ടോ. അപ്പോൾ ഇനി ഇവൻ്റെ വയറ് പൊട്ടിച്ച് വയറിനകത്തെ അരിക്കെല്ലാം കളയണം. എന്നിട്ട് വേണം ഇനി കല്ലേലിട്ട് ഉരയ്ക്കാനൊക്കെ കണ്ടോ. തല ഞാൻ തേങ്ങ ഒക്കെ അരച്ച് കറി വെക്കാൻ പോവാണ് കേട്ടോ. വേണ്ടേ, മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. മീനല്ല, തലയും മറ്റേ വയറിൻ്റെ അടിഭാഗത്തെ പീസുകളൊക്കെ ഇല്ലേ അതൊക്കെ കൂടെ. എന്നിട്ട് കുറച്ച് പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2-3 കൊച്ചുള്ളിയും കൂടെ നന്നായിട്ട് അരച്ചെടുത്തു. എന്നിട്ട് ലേശം മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ലേശം ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി പൗഡർ പൊടിയും എടുത്തു.
കണ്ടോ. എന്നിട്ട് ഇവനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണേ. സമയമുണ്ടല്ലോ 12 മണിയായി. എപ്പം ഞാൻ തുടങ്ങിയ പരിപാടിയാണെന്നറിയോ? പിടിക്കാനും ഒന്നും ആരും ഇല്ലായിരുന്നുകൊണ്ടേ നമ്മൾ തന്നെ ചെയ്യേണ്ടതുകൊണ്ട് താമസിച്ചു. എന്നാലും കുഴപ്പമില്ല, സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പുളിവെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. പുളി എടുത്ത് വെച്ചിട്ട് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുടംപുളി. അവനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേണ്ടേ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. 1-2 ഇടമൊക്കെ കൈ മുള്ളൊക്കെ കൊണ്ട് മുറിഞ്ഞു. തലയൊക്കെ മുറിച്ചപ്പോഴേക്കേ ഇച്ചിരി പാടായിരുന്നു. നമുക്കൊരു സ്പൂൺ എടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ അടുപ്പിലോട്ട് വെച്ചു കേട്ടോ. ഒരു കാര്യം മറന്നുപോയി കണ്ടോ, അതാ പറയുന്നത്. മറവീരോഗം ഇച്ചിരി കൂടുതൽ ഉപ്പുപൊടി ഇട്ടിട്ടില്ല. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഉപ്പ് കൂടണ്ട, വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. എന്നിട്ട് ഇവനെ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് വെച്ച് ഇച്ചിരി സമയം എടുത്തിട്ടൊന്ന് പറ്റിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കടുക് തളിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ തലക്കറിയൊക്കെ കൂടെ സെറ്റായിരുന്നു കേട്ടോ. ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ച് തരാഞ്ഞിരുന്നത്. കണ്ടോ. എന്നിട്ട് ഇച്ചിരി കടുകും കൂടെ തളിച്ചിട്ടു. ഉള്ളിയും വറ്റൽമുളകും കടുകും. വേണമെങ്കിൽ 2 ഉള്ളി വാങ്ങി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. സൂപ്പറാ. പൊറോട്ടയുടെ കൂടെ ഇത് അടിപൊളിയാണ്. ഞാൻ ചേട്ടായിട്ട് ഇന്ന് വൈകിട്ട് 2 പൊറോട്ട മേടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ. ശകലം വെയിലും വെട്ടമൊക്കെ വന്നപ്പോഴത്തേനും ഉണങ്ങിയതാണ്. എന്നാലും ഞാൻ എല്ലാം ഒന്ന് എടുത്ത് പുറത്തിട്ട് കേട്ടോ. ഇവിടെ കിടന്ന് ചവിട്ടിയൊക്കെ എടുത്തൊന്ന് കഴുകി കൊണ്ടുപോയി ഇട്ടു. ഒന്ന് ഉണങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. അല്ലേ മറിയാമ്മേ? സുന്ദരി മറിയാമ്മ കയറി വന്നിട്ടുണ്ട് രാവിലെ. നല്ല പാവാട, സൂപ്പർ പാവാടയാണല്ലോ. ചെരുപ്പൊക്കെ കഴുകി ഉണങ്ങാൻ വെച്ചാണ് കേട്ടോ. ചവിട്ടിയൊക്കെ കഴുകി ഉണങ്ങിയതാണ്. പക്ഷേ അത് ഒന്നുകൂടെ ഒന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് ഓർത്തിട്ടോ. അതെ, മുറ്റം തൂത്തിട്ടില്ല ഇതുവരെ. സമയം 12:30 കണ്ടായി. ഇനി ഏതായാലും പെരയൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് തുടയ്ക്കാം. ഷീറ്റൊന്ന് പാടാന്നൊന്ന് തൂത്ത് തുടച്ചാൽ മതി. വേണ്ടേ, അടുത്ത സാറും കയറി വന്നിട്ടുണ്ട്. ഇതിനെ തല മുട്ടത്തല ഇടിച്ചോളൂ. ആരാ വെട്ടിയേ? എന്നിട്ട് ഇങ്ങനെ മുട്ട അടിച്ചു വെച്ചോ? ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ അച്ഛ വെട്ടിയതാണോ റിമ്മേറും കൊണ്ട്. പിന്നെ എങ്ങനെയുണ്ട് പുതിയ സ്കൂളും കാര്യമൊക്കെ? അടിപൊളിയാണോ? സൂപ്പറാണോ? കല്യാണിയുടെയോ? ആണോ? ടീച്ചറിൻ്റെ പേര് പറ. സിസ്റ്റർ. നിൻ്റെയോ? ബിൻസി ടീച്ചറോ? ക്ലാസ് ടീച്ചറിൻ്റെ പേര്. പിന്നെ വേറെ വേറെ ഓരോ പീരീഡിന് വേറെ ടീച്ചർമാർ വരികയല്ലേ? ഉണ്ട്. ആൻഡ്രിയ മോളൊക്കെ വരുന്നു പള്ളിയിൽ പോയിട്ട്. ആൻഡ്രനും ആൻഡ്രിയയൊക്കെ. ഇനി അവരെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ അവർ വന്ന് ആൻഡ്രിയയും ആൻഡ്രനും ഒക്കെ. എടാ അത് പോയൊക്കെ തേട്ട കല്യാണി. പൊന്നെ കണ്ട അവരുടെ വണ്ടി വന്നപ്പോൾ തന്നെ ഓടിയിട്ടുണ്ട്. ഇത് മടുത്ത് കേട്ടോ. വിശക്കാൻ തുടങ്ങി. അപ്പോൾ പേരയ്ക്കപ്പഴം, നല്ല സൂപ്പർ പേരയ്ക്കപ്പഴം കേട്ടോ. അപ്പോൾ അത് കഴിക്കുക. അത് ചായ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരട്ടെ. ഇത് ഉറഞ്ഞ് തണുത്ത് മരച്ചിരിക്കും ഇവിടെ വെളിച്ചെണ്ണ കേട്ടോ. എന്നിട്ട് എനിക്ക് ഇത്രയും ഫുള്ള് നിറഞ്ഞിരിക്കുമ്പോഴത്തേനും നമ്മൾ ഒഴിക്കുമ്പോഴത്തേനും കണ്ടമാനം അങ്ങ് ആയിപ്പോകും നമുക്കൊന്നും. അതുകൊണ്ട് ഞാൻ വേറൊരു കുപ്പിക്ക് അതൊരു പകുതി ഒഴിച്ച് വെക്കും. അങ്ങനെ ചെയ്യുന്നത്. എവിടെ നിന്ന് ഉരുകിയിട്ട് ഒഴിക്കാനാ? ഞാനിപ്പോൾ വെയിൽ തീർത്തുകൊണ്ട് വെച്ചേട്ടോ. നല്ല സൂപ്പർ വെയിലാണ്. കുറേ ദിവസം കൂടി സിറ്റോട്ടും മിറ്റും ഒക്കെ ഒന്ന് വൃത്തിക്ക് കിടക്കുന്ന കണ്ടു. ഇതേ പൂമ്പാറ്റിരുന്ന് തേൻ കുടിക്കുന്നു കണ്ടോ. നല്ല അത്യാവശ്യം വെയിലും വെട്ടമൊക്കെ ആയി കേട്ടോ. എൻ്റെ ദൈവമേ, എന്നോ ഒരു പറയാതിരിക്കാൻ പറ്റായിരുന്നു. മുറ്റത്തോട്ട് ഇറങ്ങാൻ മേലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കും. ഇനി അവിടെയെല്ലാം കളപുല്ലി അടിച്ചിട്ടുണ്ട്. ഞാനിന്ന് എങ്ങനെ ആവുമെന്നറിയത്തില്ല. എല്ലാം തൂത്ത് തുടച്ച് സെറ്റാക്കി ചായ കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വെച്ചാട്ടോ. തൂത്തൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഷീറ്റൊക്കെ മാറാതിടാനായിട്ട് തോന്നിയില്ല. പിന്നെ ഷീറ്റൊക്കെ മാറ്റി എല്ലാം ചെയ്ത് പറക്കിയിട്ടു. ഇനി ഈ ഒരു മുറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിറച്ച് പണിയായത് കണ്ടോ. ഇത് മുഴുവൻ ഇനി മടക്കി സെറ്റാക്കണം. ഞങ്ങൾ അന്ന് കൊണ്ടുവന്ന വായും കൂടും സാധനങ്ങളും വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അതെല്ലാം മാറ്റണം, സെറ്റാക്കണം. അന്ന് കൊണ്ടുവച്ച ബാഗൊക്കെ അതേ ഇവിടെ ഇരിക്കുന്നത്. എന്നെ ചെയ്യാറ്. ഇനി ഈ ഒരു മുറി നീറ്റാക്കണം. ഈ മുറി നല്ല നീറ്റാക്കി സെറ്റാക്കി. പിന്നെ കിച്ചണിലോട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ വന്നാൽ കുടിവെള്ളം അടുപ്പേ വെച്ചേക്കുന്നു. മീൻകറിയൊക്കെ വെച്ചു.
പയർ ഇനി തോരൻ വയ്ക്കണം. അതിന് ഞാനായിട്ട് ഇവിടെ നമ്മുടെ കഴുകി വെള്ളത്തിൽ ഇട്ടേക്കുന്നു. ഇച്ചിരി ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ വെക്കും കേട്ടോ. പിന്നെ ഇഡ്ഡലിക്ക് അരച്ച് വെക്കണം, അതിന് വേണ്ടിയിട്ടിരിക്കുന്നു. പിന്നെ ചേട്ടയുടെ വെള്ളം വെക്കണം. അത്രയും പണിയോ. അങ്ങനെ എന്താ പറയുക, ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. ഇന്നലെ എടുത്ത വീഡിയോയുടെ വൈൻഡപ്പ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പണി ചെയ്ത് ശരിക്കും മടുത്തായിരുന്നു. ഇന്നലെ ഭയങ്കര പണി ഉണ്ടായിരുന്നു. രാത്രി ഒരു ശകലം ഉറങ്ങിയിട്ടില്ല കേട്ടോ. കണ്ണും മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുമാതിരി ഇടുമിച്ച് വീർത്തിരിക്കുമല്ലേ, ഒരു രക്ഷയില്ല. കൈ അനക്കാൻ പറ്റുന്നില്ല. കഷത്തിൻ്റെ അത്രയും നീരും വെച്ചിരിപ്പുണ്ട്, വേദനയുണ്ട്. ഒരു പണി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പണി ചെയ്യുമ്പോഴാണ് പ്രശ്നം. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ കുറേ യാത്രയായിരുന്നു. കൊട്ടാരക്കരയ്ക്കും കോയമ്പത്തൂരിനും മറ്റേ പല്ലിടം ഒക്കെ പോയി. പക്ഷേ കാലിന് വണ്ടിയിലിങ്ങനെ ബസ്സിൽ പോയപ്പോൾ കാലിന് കുറച്ച് നീര് വെച്ചു. പക്ഷേ കാറിൽ പോയപ്പോൾ കാലിനും പ്രശ്നം ഉണ്ടായില്ല. കാല് നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ എനിക്ക് ജോലി ചെയ്യുമ്പോഴാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് കേട്ടോ ഇത്. പണി ചെയ്യാണ്ട് ഇറങ്ങാതെ ഇങ്ങനെ ഇരുന്നേക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. പണി ചെയ്തു പോയാൽ അപ്പോഴേ എനിക്ക് ഈ കൈക്കും അതെ. പിന്നെ ഇവിടെ കഷത്തിന് നീരില്ല. ഈ കഷത്തിൽ നല്ല നീരാണ്. കൈയുടെ ഈ ജോയിൻസിന് വേദന. എനിക്കറിയത്തില്ല ഇനി എന്നാ ചെയ്യേണ്ടതെന്ന്. രാത്രി ഉറങ്ങിയിട്ടില്ല, ചേട്ടനായിട്ട് ഉറക്കിയിട്ടില്ല. പാവം അത് പണിയും കഴിഞ്ഞ് വന്നിട്ട് ഈ വേദന കാരണം എനിക്ക് അങ്ങോട്ട് തിരിയാൻ മേല ഇങ്ങോട്ട് തിരിയാൻ മേല. ഇറങ്ങിച്ച് മൂളിച്ച് എനിക്കറിയത്തില്ല. ചേട്ടൻ രാവിലെ എന്നിട്ട് പറയേണ്ട, സിന്ധു ഞാൻ ഈ പണിയും കഴിഞ്ഞ് വരുന്നതല്ലേ, ഞാൻ മടുത്തു വരുന്നത്, നീ ഇങ്ങനെ തുടങ്ങി എന്നെ ചെയ്യുമെന്ന്. എന്നെ ചെയ്യാനെ ഞാൻ വേദന കൊണ്ടാകണമെന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അയ്യോ. അതിനെ നമുക്ക് വയ്യാഴിയാണെങ്കിൽ ഒരു 16 പ്രാവശ്യം നമുക്ക് ബാത്റൂമിൽ യൂറിൻ പാസ് ചെയ്യാൻ പോകാനായിട്ട് തോന്നും, ഉറക്കമില്ലെങ്കിൽ. ഇന്നും പറയണ്ട, ഇന്നലത്തെ ശിവരാത്രിയെക്കാട്ടി വലിയ രാത്രിയായിപ്പോയി. ഇന്നിപ്പോൾ രാവിലെ 7:10 ആകുമ്പോഴത്തേനും വരത്തുള്ളൂ. നമ്മുടെ 20 ഏക്കർ ആശുപത്രിയുടെ എൻ്റെ വാട്സപ്പിൽ വരും ഏതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടെന്ന്. അപ്പം രാവിലെ തന്നെ ആശുപത്രി പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചേട്ടായി പറഞ്ഞു രാവിലെ തന്നെ ആശുപത്രി പോകട്ടോന്ന്. പിള്ളേർ വരുന്നുണ്ട്, അതുങ്ങളും വന്നിട്ടില്ല. ചിലപ്പോൾ നാളെ നാളത്തെങ്ങാനും വരുമോ എന്നറിയത്തില്ല. ആരെയും വിളിച്ചൊന്നുമില്ല. രാവിലെ ഇട്ടിട്ട് ഉച്ചേച്ചിയാണെങ്കിൽ വന്നിട്ടുണ്ട്. പാവം എന്നാ പറയാനാ. ഞാൻ അന്ന് അമ്മയുടെ അടുത്തോട്ട് പോയതുകൊണ്ട് അങ്ങോട്ടേക്ക് അമ്മയുടെ അടുത്തോട്ട് വന്നതാണ്, അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് എൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ പിന്നെ സ്കൂട്ടി കൊണ്ട് പോകുന്നതുകൊണ്ട് ഇങ്ങ് പോകുന്നു. പിന്നെ കുട്ടാരുടെ അവിടെ നിൽപ്പുണ്ട്. ഇന്നലെ മാളൂട്ടിയും ജിഷ്ണും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഉഷേച്ചിയുടെ മക്കൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം മാളൂട്ടി പോകാൻ നേരത്ത് വിളിച്ചു, കുഞ്ഞമ്മ ഞങ്ങൾ അങ്ങോട്ട് വരണോ, ഇനി ഞങ്ങളെ പൊക്കോട്ടെ തിരിച്ച് എന്നും പറഞ്ഞിട്ടുണ്ട്. അമ്മ നാളെ വരും കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം ഉഷേച്ചി അമ്മയും കൂടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുവാങ്ങാണ്ടാ. പക്ഷേ ഇപ്പോൾ രാവിലെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ ആശുപത്രി പോയേച്ചി, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആശുപത്രി പോകാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞാൽ പിന്നെ കഥ കുറച്ചിട്ട് ഞാൻ പോയി കഴിയുമ്പോൾ ആകെപ്പാടെ ഇതാകത്തില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം ഉഷേച്ചി വന്നിട്ട് ഉഷേച്ചിയുടെ കൂടെ മേളാങ്കിക്കാനൊന്നും പറ്റിയില്ല. എന്നെ ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉഷേച്ചി ആണേലും ശാന്തകുഞ്ഞേച്ചി ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ പുറകെ എല്ലാ വീടുകളിൽ കൂടെയും പോകും കേട്ടോ. പണ്ട് മുതലുള്ള ഒരു ഇതാണ്. ഉഷേച്ചി ആണെങ്കിലും വന്നാതെ ശാന്തകുഞ്ഞി ആണെങ്കിലും വന്നാതെ കാലിലും മുട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പോലും കൂടെ വേണ്ട. ഈ ഒരു വശം മൊത്തമാണ് എനിക്ക് പ്രശ്നം. തറ തുടയ്ക്കുകയും ഇന്നലെ കുറേ പണിയുണ്ടായിരുന്നു. ചവിട്ടി ഉൾപ്പെടെ എല്ലാം ഞാൻ കഴുകി. ഇത് നോക്കുമ്പോൾ നിസ്സാരമാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലികൾ. പക്ഷേ നന്നായിട്ട് വീട് വൃത്തിയാക്കുകയും ഇതായിട്ട് ചെയ്യുന്നവരുടെ പണി തീരത്തുമില്ല. ശരിക്കും പണിയുണ്ട് താനും, കാണാനൊന്നുമില്ലേ താനും. വയ്യാത്തവർക്കൊക്കെ പറ്റത്തില്ല. ഇനിയിപ്പം ചേട്ടാ എന്ന് പറയായിരുന്നു, നമുക്ക് നോക്കാം ഏതെങ്കിലും വല്ല ചേച്ചിമാരെങ്ങാനും ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം വന്നൊന്ന് നീറ്റാക്കി തരുന്ന ഏതെങ്കിലും ചേച്ചിമാരുണ്ടെന്ന് നോക്കാമെന്ന്. പക്ഷെ നാട്ടിൻപുറത്തൊക്കെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും കിട്ടും. അതുകൊണ്ടൊന്നും അതിനും ആൾക്കാരില്ല. എന്നാ പറയണ ഒന്നും പറഞ്ഞ അതിൻ്റെ കൂട്ടത്തിൽ മിറ്റവും കയറി വരുന്ന വഴിയെല്ലാം കളകൊല്ലി അടിച്ചു. കളകൊല്ലി അടിക്കുമ്പോഴും നമുക്ക് ഈ കൈക്ക് പ്രശ്നമാണ്. എന്നാ പറയണ ചേട്ടാ. എന്നിട്ട് പൂരം വഴക്കായിരുന്നു. ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചെയ്യും, ഞാനിരിക്കുമ്പോൾ ചെയ്യത്തില്ലായിരുന്നോ, എന്നിട്ട് പിന്നെ മനുഷ്യൻ്റെ സ്വസ്ഥത തരത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. ഉഷേച്ചിയുടെ കൂടെ കറങ്ങാത്തവൻ്റെ ഒരു വിഷമം അതും അങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഉഷേച്ചിയുടെ പുറകെ നടക്കുന്നത്. ഇപ്പോൾ ഉഷേച്ചി കുട്ടാരോട്ട് പോവുക, മോനെ എടുത്തിട്ട് പോവുക, സന്തോഷം എടുത്തിട്ട് പോവുക, അമ്മ എടുത്തിട്ട് പോവുക ഒക്കെ ചെയ്താലും ഞാനും കാണും പാലെ. ശാന്തകുഞ്ചി വന്നാലും അതെ, ഞാനും കാണും പാലെ. ഇന്ന് അങ്ങനെ പോകാനൊന്നും പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ വേദനയും കാര്യങ്ങളും ആയതുകൊണ്ട് രാവിലെ തന്നെ ഒന്ന് ആശുപത്രി പോകാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ദോശമാവ് സെറ്റായിട്ടിരിപ്പുണ്ട്. 1-2 ദോശയും കൂടി ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ബെൽ ബട്ടണോട് ഒന്ന് ഇടിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്ന എല്ലാവർക്കും ടാറ്റാ.